കൂട്ടുകാരെ, ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. അതിന് ഞാൻ ഫോണിൽ ബാക്കി വെച്ചിട്ടാണ് സ്റ്റിക്കറൊക്കെ വരച്ചെടുത്തത്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ഔട്ട്ലൈൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനത് പെൻസിലിൻ്റെ കളർ വെച്ചിട്ടാണ് കൊടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടച്ച് മാർക്കേഴ്സൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കളർ പെൻസിലാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കായിട്ട് വേണ്ടതുകൊണ്ട് ഞാൻ ടച്ച് മാർക്കർ വെച്ച് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഒരു ഇടം ചെയ്ത് കൊടുത്തു കേട്ടോ. പിങ്ക് കളർ ചെറിക്ക് വേണമെങ്കിൽ മാത്രം പിങ്ക് കളർ യൂസ് ചെയ്തു ഞാൻ. ആ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ബ്ലാക്ക് ലൈൻ ഔട്ട് ലൈൻ കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ടച്ച് മാർക്കർ യൂസ് ചെയ്തിട്ട് ടച്ച് മാർക്കർ യൂസ് ചെയ്ത് ഞാൻ വരച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി കളറൊക്കെ കൊടുത്തിട്ട് നമുക്കിതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമ്മളിത് ബാക്ക് സൈഡിലേക്ക് ആക്കണം. അത് ചവിട്ടുന്ന രീതിക്ക് നമ്മളിങ്ങനെ വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റിക്കർ തിരിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. മുമ്പ് വശം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് ഫ്രണ്ടിൽ കിട്ടുള്ളൂല്ലോ. അതിന് ഞാൻ മൊത്തം ഒട്ടിച്ചു കൊടുത്ത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്രണ്ട് ടേപ്പ് എടുത്ത് നമ്മളത് അതുപോലെ ഒന്ന് തിരിച്ചങ്ങോട്ട് അവിടേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ആ സ്റ്റിക്കറിൻ്റെ മണ്ടയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റിക്കറിൻ്റെ ബാക്ക് പോർഷൻ റെഡിയാവും. അത് കഴിഞ്ഞ് ബാക്ക് വാഷ് റെഡിയാക്കി നമ്മൾ അടിപൊളിയായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്തെടുത്ത് അത് കഴിഞ്ഞ് അതുപോലെ അടിപൊളി ഷേപ്പാക്കി എടുക്കുക സ്റ്റിക്കേഴ്സ് വെച്ചിട്ട്. അത് കഴിഞ്ഞ് അതുപോലെ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുത്തല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ, കവറിങ് ഇല്ലാതെ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ട് ഒട്ടിക്കാനും പറ്റും. ഞാൻ ചെയ്തത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടല്ല. നമ്മൾ